രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ നേതാക്കൾ കൂട്ടരാജിക്കൊരുങ്ങി. യൂത്ത് കോൺഗ്രസിൻ്റെ 28 മുൻ ജനറൽ സെക്രട്ടറിമാരാണ് ഇന്ന് KPCC ആസ്ഥാനത്തെത്തി രാജിക്കത്ത് കൈമാറുന്നത്. പുതിയ DCC ഭാരവാഹികളുടെ നിയമനത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നത്. ഷാഫി പറമ്പിൽ പ്രസിഡൻ്റായിരുന്ന കാലത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരെ DCC ജനറൽ സെക്രട്ടറിമാരായും വൈസ് പ്രസിഡന്റുമാരായും നിയമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം MM ഹസൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ ലിസ്റ്റിൽ ജനറൽ സെക്രട്ടറിമാരെയും പൂർണ്ണമായി ഒഴിവാക്കി. ഇതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജിയിലേക്ക് പോകുന്നത്. ഷാഫിയുടെ ഗ്രൂപ്പ് നേതാക്കൾക്കാണ് പുതിയ പദവി നൽകിയതെന്നാണ് ആരോപണം. പൂർണ്ണമായും ഗ്രൂപ്പ് കളിയുടെ ഭാഗമാണ് ഈ നിയമനം. KPCC പ്രസിഡന്റ് K സുധാകരനോ സംഘടനാ ചുമതലയുള്ള രാധാകൃഷ്ണനോ ഈ നിയമനത്തെപ്പറ്റി അറിഞ്ഞത് പത്രവാർത്തയിലൂടെ മാത്രമാണ്. കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് താൽക്കാലിക പ്രസിഡൻ്റായ MM ഹസൻ ഭാരവാഹികളെ നിയമിച്ചത്. മുൻകാലങ്ങളിൽ സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും DCC ഭാരവാഹികളാക്കുകയാണ് പതിവ്. എന്നാൽ ഇക്കുറി അത് അട്ടിമറിച്ചു. KSUവിലും യൂത്ത് കോൺഗ്രസിലും സംസ്ഥാന ഭാരവാഹികളായി പ്രവർത്തിച്ച ഇവർക്ക് അർഹമായ പരിഗണന നിഷേധിച്ചിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം മുൻനിർത്തി ഉചിതമായ തീരുമാനം എടുക്കണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുമെന്നുമാണ് ഇവരുടെ ഭീഷണി. പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറയുന്നത് പോലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥിതി. യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും സ്ഥിതി അത്ര മെച്ചമല്ല. പല മുതിർന്ന നേതാക്കൾ പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമല്ല. കഴിഞ്ഞ തവണത്തെ പോലെ ഈസിയായി 20 മണ്ഡലങ്ങളിലും വിജയിക്കാമെന്നാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ്. വെറുതെയാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിലിടം പിടിക്കാനൊക്കൂ. എതിർ സ്ഥാനാർത്ഥികളെ അത്ര മോശക്കാരായി കാണരുത്. പണി പാളും. രാഹുൽ ഗാന്ധിയുടെ കെയർ ഓഫിൽ കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ എത്തിയതുപോലെ ഇത്തവണയും പാർലമെൻറ്റിൽ എത്താമെന്ന സ്ഥാനാർത്ഥികളുടെ മനസ്സിലിരിപ്പും അത്ര ശുഭകരമല്ല. ഒരു തവണ അങ്ങനെ നടന്നുവെന്ന് കരുതി എല്ലായ്പ്പോഴും അത് നടക്കില്ല. പല മണ്ഡലങ്ങളും പ്രവചനാതീതമാണ്. ടൈറ്റ് മത്സരമാണ്.